നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മനസ്സിൽ സൂക്ഷിക്കേണ്ട രഹസ്യങ്ങളെക്കുറിച്ചാണ്. ചില രഹസ്യങ്ങളൊന്നും എല്ലാവരോടും പറയേണ്ടതില്ല. ചില രഹസ്യങ്ങളൊന്നും ആരോടും പറയേണ്ടതുമില്ല. നിങ്ങൾക്കൊരു സിനിമ ഓർമ്മയുണ്ടാകും. ആ സിനിമയിൽ ഒരു കഥാപാത്രം മറ്റാരുമല്ല, ജഗന്നാഥൻ കുളപ്പുള്ളി അപ്പനോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല, പോയാൽ പോയി. അങ്ങനെ പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ചില ഉദാഹരണ കഥകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയുള്ളൊരു കാര്യം പറയാൻ കാരണം, നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാണ്ട് വീണു പോകുന്ന ഒരു വാക്ക് ചിലപ്പോൾ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആ വാക്ക് വീണു പോകാതെ സൂക്ഷിച്ചാൽ നമുക്ക് വലിയ നഷ്ടങ്ങളെ മറികടക്കാൻ കഴിയുകയും ചെയ്യും. നമുക്ക് ചില പഴയതും പുതിയതുമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ ഇതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. പാകിസ്ഥാനിൽ അബോട്ടാബാദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അബു അഹമ്മദ് അൽ കുവൈറ്റി എന്ന പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു. ഒരു വലിയ 2 നില വീട്ടിലാണ് പുള്ളിക്കാരൻ്റെ താമസം. പുള്ളി അധികമൊന്നും പുറത്തു പോകാറില്ല, വല്ലപ്പോഴും മാത്രമാണ് പുറത്തു പോകുന്നത്. ഈ പുറത്തു പോകുന്നത് അദ്ദേഹം മൊബൈലിൽ ഒരാളോട് സംസാരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതയാൾക്ക് വീട്ടിൽ നിന്ന് സംസാരിച്ചു കൂടെ എന്ന് നമ്മൾ ചിന്തിക്കാം. എന്തുകൊണ്ടോ അദ്ദേഹം ആ വീട്ടിൽ വെച്ച് ഫോണിൽ സംസാരിക്കാറില്ല. ഇദ്ദേഹം വണ്ടിയെടുത്ത് 2.5 മണിക്കൂർ യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തെത്തുകയും ആ സ്ഥലത്ത് വെച്ച് തൻ്റെ മൊബൈൽ ഫോൺ പുറത്തെടുത്ത് അതിൽ ബാറ്ററി ഇട്ട് ഫോൺ ഓൺ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കുകയും കുറേ നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇദ്ദേഹം ഈ സുഹൃത്തിനെ വിളിക്കുമ്പോഴെല്ലാം തന്നെ ഈ സുഹൃത്ത് ഇദ്ദേഹത്തിനോട് സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നീ ഇപ്പോൾ എവിടെയാണുള്ളത്, ഇപ്പോൾ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഒരിക്കൽ പോലും ഈ അബു അഹമ്മദ് അൽ കുവൈറ്റി സുഹൃത്തിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞിരുന്നില്ല. എപ്പോൾ വിളിച്ചാലും ഈ സുഹൃത്ത് ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ഈ അബു അഹമ്മദ് ഈ ചോദ്യങ്ങളെ അവഗണിക്കുകയും ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ നിരന്തരം ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം നിയന്ത്രണം നഷ്ടപ്പെട്ട അബു അഹമ്മദ് സുഹൃത്തിനോട് പറഞ്ഞു: ഞാൻ എവിടെയാണോ ഉണ്ടായിരിക്കേണ്ടത് അവിടെ തന്നെയാണ് ഞാനുള്ളത്. ഞാൻ ആരോടൊപ്പമാണോ ജോലി ചെയ്തിരുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അബു അഹമ്മദ് മറുപടിയായിട്ട് സുഹൃത്തിനോട് പറഞ്ഞു. ഒരു നിമിഷം നിശബ്ദനായ സുഹൃത്ത് തിരിച്ച് മറുപടിയായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അബു അഹമ്മദിനോട് പറഞ്ഞു: താങ്കളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇത്രമാത്രം പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് സുഹൃത്ത് പോയി. നമ്മുടെ അബു അഹമ്മദ് മൊബൈൽ ഓഫ് ചെയ്ത് ബാറ്ററിയൊക്കെ ഊരി പോക്കറ്റിലിട്ട് തിരിച്ച് അബോട്ടാബാദിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിച്ചത്. അമേരിക്ക വർഷങ്ങളായിട്ട് നമ്മുടെ അബു അഹമ്മദ് അൽ കുവൈറ്റിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിരീക്ഷിക്കുന്നതിൻ്റെ കാരണം ബിൻ ലാദനെ പിടികൂടുക എന്ന ലക്ഷ്യത്തിൻ്റെ പിന്നിലായിരുന്നു അമേരിക്ക ഈ ലക്ഷ്യം വെച്ചിട്ട് അബു അഹമ്മദിനെ പിന്തുടരാനുള്ള കാരണം ബിൻ ലാദൻ്റെ ഏറ്റവും അടുത്ത സഹായികളിൽ അനുയായികളിൽ ഒരാളാണ് അബു അഹമ്മദ് അൽ കുവൈറ്റി എന്ന് അമേരിക്ക കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ അബു അഹമ്മദിനെ ഏതെങ്കിലും രീതിയിൽ കുടുക്കിയാൽ ബിൻ ലാദനിലേക്കുള്ള വഴി തുറക്കുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്ന അമേരിക്കയ്ക്ക് മുന്നിലാണ് അബു അഹമ്മദ് ഒരു രഹസ്യം പോലെ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം ഇങ്ങനെ തുറന്നു വെച്ചത്. ഈ അബു അഹമ്മദിൻ്റെ എല്ലാ ടെലിഫോൺ സംഭാഷണങ്ങളും അമേരിക്ക ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ട്രാക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ സുഹൃത്തുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സംഭാഷണം കേൾക്കുന്നതും. ഈ സംഭാഷണത്തിൽ നിന്ന് അമേരിക്ക ഉറപ്പിച്ച് വിശ്വസിച്ചു അബോട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അബു അഹമ്മദ് അൽ കുവൈറ്റി താമസിക്കുന്ന അതേ വീട്ടിൽ തന്നെ ബിൻ ലാദനും ഉണ്ടാകും എന്ന കാര്യം. അതോടുകൂടി അമേരിക്ക ഈ വീടിനെ ശക്തമായി നിരീക്ഷിക്കാൻ തുടങ്ങി. കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി നിരീക്ഷിച്ചതിൽ നിന്നും ഈ വീട്ടിനുള്ളിൽ ബിൻ ലാദൻ ഉണ്ടെന്നുള്ള കാര്യം അമേരിക്ക ഉറപ്പിക്കുകയും 2 ഹെലികോപ്റ്ററുകൾ അയച്ച് അതിൽ US മറീനുകളെ അയച്ച് ഈ കുടുംബത്തെ ആക്രമിക്കുകയും ബിൻ ലാദനെ വകവരുത്തുകയും ചെയ്തു. ഈ അബു അഹമ്മദ് അൽ കുവൈറ്റി തൻ്റെ സുഹൃത്തിനോട് ആ 2 വാചകങ്ങൾ വിളിച്ചു പറയാതിരുന്നെങ്കിൽ ചിലപ്പോൾ അമേരിക്കയ്ക്ക് ബിൻ ലാദനെ പിടികൂടാൻ കഴിയാതിരുന്നേനെ. അത് അബു അഹമ്മദിന് ആ രഹസ്യം സൂക്ഷിക്കാൻ
കഴിയാതിരുന്നത് കൊണ്ടോ വൈകാരികമായി ഒരു നിമിഷം നിരന്തരമുള്ള സുഹൃത്തിൻ്റെ ചോദ്യത്തിനോട് പ്രതികരിച്ചു പോയതോ കൊണ്ടാണ് ബിൻ ലാദന് ജീവൻ നഷ്ടപ്പെട്ടതും അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികളിൽ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞതും. അപ്പോൾ അബു അഹമ്മദ് അൽ കുവൈറ്റി നാക്ക് തെറ്റി വൈകാരികമായി പങ്കുവെച്ചു പോയ ഒരു രഹസ്യത്തിൻ്റെ പരിണിത ഫലം മനസ്സിലായല്ലോ. ഇതുകൂടാതെ മറ്റൊരാളിൻ്റെ ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പേര് ജെഫ് ബെസോസ് എന്നാണ്. അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയാം, ആമസോണിൻ്റെ ഉടമസ്ഥനാണ്. ആമസോൺ എന്ന് പറയുന്ന ക്ലൗഡ് ബിസിനസ് സംരംഭം വികസിപ്പിച്ചതും ആ കോൺസെപ്റ്റിനെ വലുതാക്കിയതും ഇന്ന് നമ്മൾ കാണുന്ന ലോകമറിയുന്ന ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളായി ജെഫ് ബെസോസ് വളർന്നതുമൊക്കെ ചരിത്രമാണ്. ജെഫ് ബെസോസ് ആമസോൺ ക്ലൗഡ് ബിസിനസ് ആരംഭിച്ച് അതിൻ്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും തൻ്റെ ബിസിനസ്സിൻ്റെ ഒരു രഹസ്യങ്ങളും ജെഫ് ബെസോസ് പുറത്ത് പറഞ്ഞില്ല. എന്നാൽ ജെഫ് ബെസോസ് അറിയപ്പെടുന്ന പ്രാസംഗികനും നല്ല ഒരു മോട്ടിവേഷണൽ സ്പീക്കറുമൊക്കെയാണ്. അദ്ദേഹം പൊതുവേദികളിൽ പങ്കെടുക്കാറുണ്ട്, ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, ആൾക്കാരുമായി സംവദിക്കാറുണ്ട്, ബിസിനസ് മീറ്റിങ്ങുകളിലൊക്കെ വാചാലനാവുകാറുണ്ട്, ഒക്കെ ചെയ്യുമെങ്കിലും ആമസോണിൻ്റെ ക്ലൗഡ് ബിസിനസ് രഹസ്യങ്ങൾ മാത്രം അദ്ദേഹം പുറത്ത് പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിനറിയാം ഇതൊരു ടെക്നോളജിയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കച്ചവടമാണ്. ഇതിൻ്റെ രഹസ്യം പുറത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം മത്സരിക്കുന്ന സമാന മേഖലയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ പുറകെ വരികയും അവർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും ആമസോണിന് വലിയ വെല്ലുവിളി ഉണ്ടാവുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഈ ബിസിനസ് രഹസ്യങ്ങളെല്ലാം തന്നെ ജെഫ് ബെസോസ് തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിട്ട് അടച്ചുകൊണ്ട് നടന്ന് സൂക്ഷിച്ചു. വർഷങ്ങളോളം ബിസിനസ് നടത്തുകയും ഒടുവിൽ ആമസോൺ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി തീരുകയും ഷെയർ ഹോൾഡേഴ്സൊക്കെ വരികയും ധാരാളം ആൾക്കാരെ ആമസോണിൻ്റെ ഭാഗമായി മാറുകയും ലാഭം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തതിനൊടുവിൽ 2015 ആമസോണ് വാർഷിക സാമ്പത്തിക റിപ്പോർട്ട് പുറത്തുവിട്ടു. ആമസോൺ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ കണക്കറിഞ്ഞ് മൈക്രോസോഫ്റ്റും ഗൂഗിളുമൊക്കെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. ഇത്രയും വരുമാനം ഉണ്ടാക്കുന്നതാണ് ഈ ആമസോൺ നടത്തുന്ന ക്ലൗഡ് ബിസിനസ് എന്നുള്ള രഹസ്യം അന്നാണ് ഈ വമ്പൻ ടെക് കമ്പനികളെല്ലാം തന്നെ മനസ്സിലാക്കിയത്. അവരെല്ലാം തന്നെ ഉടനെ തന്നെ അവരുടെ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് മൈക്രോസോഫ്റ്റും ഗൂഗിളുമൊക്കെ സമാന മേഖലയിലുള്ള ക്ലൗഡ് ബിസിനസ്സുകളിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ജെഫ് ബെസോസിൻ്റെ കാൽക്കുലേഷൻ വളരെ കൃത്യമായിരുന്നു. ഇവരൊക്കെ ഈ സമാന മേഖലയിൽ വളരെ ശക്തമായ വെല്ലുവിളിയുമായി രംഗത്ത് വന്നെങ്കിലും വർഷങ്ങൾ കൊണ്ട് ജെഫ് ബെസോസ് ഉറപ്പിച്ചെടുത്ത ആ മാർക്കറ്റ് ഷെയറിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ ഇവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 70% മാർക്കറ്റ് ഷെയറും ഇപ്പോഴും ആമസോണിൻ്റെ കയ്യിൽ, ജെഫ് ബെസോസിൻ്റെ കയ്യിൽ തന്നെയാണുള്ളത്. ഇത്രയും വലിയ ടെക് ഭീമന്മാരൊക്കെ ഇത്രയും വലിയ വെല്ലുവിളി ഉയർത്താൻ പ്രാപ്തരാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ജെഫ് ബെസോസ് ആദ്യമേ തൻ്റെ ക്ലൗഡ് ബിസിനസ്സിൻ്റെ രഹസ്യം പുറത്ത് പറയാതിരുന്നത്. തുടക്കകാലത്തെങ്ങാനും ജെഫ് ബെസോസ് ഈ ബിസിനസ് രഹസ്യങ്ങൾ പുറത്ത് പറയുകയും ഇതുപോലെ വ്യക്തതയുള്ള ഒരു വാർഷിക സാമ്പത്തിക റിപ്പോർട്ടൊക്കെ പുറത്ത് വിടുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ആമസോണിൻ്റെ മുകളിലായിരുന്നേനെ മൈക്രോസോഫ്റ്റും ഗൂഗിളും ഒക്കെ ഇരിക്കുന്നത്. ജെഫ് ബെസോസ് സ്വന്തം ബിസിനസ്സിനെ, ആ ബിസിനസ് തന്ത്രങ്ങളെ തനിക്കുള്ളിൽ അടച്ച് രഹസ്യമായി സൂക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ആമസോൺ ഇന്ന് കാണുന്ന ആമസോൺ ആയതും ജെഫ് ബെസോസ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ സമ്പന്നനായി തീർന്നത്. ജെഫ് ബെസോസിനെ പോലെയൊക്കെ ചിന്തിച്ചാൽ, അതുപോലെ ആലോചിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങൾ ആ വഴിക്ക് തന്നെ നടക്കും. ഈ വിഷയം മനസ്സിൽ സൂക്ഷിക്കേണ്ട രഹസ്യങ്ങളുടെ എല്ലാം വിളിച്ച് പറയാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോയെക്കുറിച്ച് ആലോചിക്കുകയും ഇതിൽ പറയേണ്ട ആൾക്കാരെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യം വന്ന പേരുകളിൽ ഒരാളാണ് ജാക്മായുടെ പേര്. ഈ ജാക്മായെ കഴിഞ്ഞ 2 വർഷമായിട്ട് കാണാനില്ല. അദ്ദേഹം എവിടെ പോയെന്നോ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്നോ അറിയാതെ വിദേശ മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബവും തന്നെ പരിഭ്രാന്തരാവുകയും അന്വേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ചൈന പോലെ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ഒരു രാജ്യത്തിനുള്ളിലേക്ക് കടന്നു കയറി അവിടുത്തെ ഒരു വലിയ വാർത്താ പ്രാധാന്യമുള്ള സംഭവം ചോർത്തിയെടുക്കുക എന്ന് പറയുന്നത് അത്രയും റിസ്ക്കുള്ള പണിയായത് കാരണമായിരിക്കാം വിദേശ മാധ്യമങ്ങളൊന്നും അതിനൊന്നും മുതിരാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ശ്രമങ്ങൾ അവർ നടത്തി പരാജയപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ജാക്മ പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം വിദേശ പര്യടനം നടത്തുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ വിദേശ മാധ്യമങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജാക്മ അലിബാബ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി വളർന്ന ഒരു കച്ചവടക്കാരനാണ്.
അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ചരിത്രവും അദ്ദേഹം എത്തിച്ചേർന്ന ഉയരവുമൊക്കെ ചൈനയുടെ ഉള്ളിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അല്ലെങ്കിൽ കെട്ടിയിട്ടിരിക്കുന്ന ഭരണ സംവിധാനങ്ങളുണ്ട് എന്ന് വിദേശ രാജ്യങ്ങൾ പറയുന്ന ഒരു മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ ഭരിക്കുന്ന രാജ്യത്തിനുള്ളിൽ നിന്ന് ഇത്രയും വലിയ ഒരു കുത്തക മുതലാളി വളർന്നു വന്നു എന്നൊക്കെ പറയുന്നത് ആദ്യം ഒരു അത്ഭുതം ജനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ജാക്മായെക്കുറിച്ചുള്ള കഥകളും അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിജയങ്ങളുടെ ശതകോടിക്കണക്കിന് ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ കഥകളുമൊക്കെയാണ്. ഈ വളർച്ചയുടെ ഒടുവിൽ ജാക്മ വീണ്ടും പുതിയ പുതിയ ബിസിനസ് മേഖലകളിലേക്ക് തിരിയുകയും ഫിൻടെക് എന്ന് പറയുന്ന ഒരു കമ്പനി സ്ഥാപിക്കുകയും അതിൻ്റെ പേരിൽ ആൻഡ് ഗ്രൂപ്പ് എന്ന പേരിൽ അദ്ദേഹം ഫിനാൻഷ്യൽ ബിസിനസ്സുകളൊക്കെ തുടങ്ങുകയും ചെയ്തു. ഇതിലൂടെ ഡിജിറ്റൽ പേയ്മെൻറ്റുകളും മണി മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ലോണുകളും നിക്ഷേപങ്ങളുമൊക്കെ ജനങ്ങളിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്ന തരത്തിലുള്ള കച്ചവടവുമൊക്കെ തുടങ്ങുകയും ഇദ്ദേഹം ഒരു വളരെ വലിയ സംരംഭം തുടങ്ങി. അത് ചൈനീസ് സർക്കാരിനെ അല്ലെങ്കിൽ ചൈനയിലെ പൊതുമേഖലാ ബാങ്കുകളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വളരുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ജാക്മ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ലാത്തതൊക്കെ വിളിച്ചു പറയുവാൻ തുടങ്ങി. അദ്ദേഹം പരസ്യമായി പ്രസ് കോൺഫറൻസുകളിൽ നടത്തിയ പ്രസ്താവനകൾ എന്ന് പറയുന്നത് എൻ്റെ ആശയങ്ങൾ എൻ്റെ സ്വന്തമാണ്, അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ഒരു സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഏജൻസികൾക്കോ കഴിയില്ല. എൻ്റെ ആശയങ്ങളെ നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും വളർത്തിയെടുക്കുന്നതും ഞാൻ മാത്രമാണ് എന്നുള്ള അഭിപ്രായം നടത്തുകയും ചൈനീസ് സർക്കാരിൻ്റെ നികുതി ഘടനയെക്കുറിച്ചും നികുതി രീതികളെക്കുറിച്ചും വ്യവസായങ്ങൾക്ക് ചൈനീസ് സർക്കാർ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ചുമൊക്കെ ഇദ്ദേഹം വാ തോരാതെ സംസാരിക്കാൻ തുടങ്ങി. ഈ സംസാരങ്ങൾക്കിടയിൽ ഒരു ദിവസം പെട്ടെന്ന് ജാക്മായെ കാണാതായി. 2 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞ വിവരങ്ങൾ അദ്ദേഹം ചൈനീസ് സർക്കാരിൻ്റെ കരുതൽ തടങ്കലിലാണെന്നും അദ്ദേഹത്തിന് വിദേശയാത്രകളോ അല്ലെങ്കിൽ പൊതു പരിപാടികളോ ഒന്നും നടത്താൻ കഴിയാത്ത രീതിയിൽ നിയന്ത്രണത്തിൽപ്പെടുത്തി അദ്ദേഹത്തെ അകത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി മുറവിളി കൂട്ടിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ആലിബാബയുടെ ഷെയറുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ചൈനീസ് സർക്കാർ കൊടുത്തു എന്ന് പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഫിൻടെക് എന്ന് പറയുന്ന കമ്പനിയുടെ ആൻഡ് ഗ്രൂപ്പിൻ്റെ മേജർ ഷെയർ ഓഹരികളും ജാക്മായുടെ കയ്യിൽ നിന്നും ചൈനീസ് സർക്കാർ വാങ്ങിയെടുത്തുവെന്നും ഈ ഷെയറുകളെല്ലാം തന്നെ ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ച് ഈ കമ്മിറ്റിയിലൂടെ ഈ ആൻഡ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചൈനീസ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുമൊക്കെയാണ്. ഏറ്റവും വലിയ ഉയരത്തിൽ നിന്ന് ഏറ്റവും വലിയ പതനമാണ് ജാക്മായെ പോലെയുള്ള ഒരു വലിയ വ്യവസായിക്ക് സംഭവിച്ചത്. അദ്ദേഹം സംസാരിക്കാതെ അല്ലെങ്കിൽ സംസാരം നിയന്ത്രിച്ച് കുറച്ചുകൂടെ നിശബ്ദത പാലിച്ചിരുന്നു എങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. മറ്റൊരു ഉദാഹരണം നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ശതകോടീശ്വരനായ സമ്പന്നനെ നമുക്കറിയാം, മുകേഷ് അംബാനി. മുകേഷ് അംബാനി സ്വന്തം ഭാര്യയ്ക്ക് ജന്മനാളിന് ഫ്ലൈറ്റ് വരെ വാങ്ങിക്കൊടുക്കാൻ ശേഷിയുള്ള വാങ്ങിക്കൊടുത്തിട്ടുള്ള വ്യവസായിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിക്കുന്ന എല്ലാം നമ്മുടെ നാട്ടിലെ വാർത്തകളാണ്. മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു കുടുംബമാണ് ഈ മുകേഷ് അംബാനിയുടേത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മുകേഷ് അംബാനി ലോക സമ്പന്നന്മാരുടെ നിരയിൽ ഇടം പിടിച്ച സമയത്ത് ഇന്ത്യയിലൊരു പ്രശസ്തമായ മാധ്യമം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തെ ഈ മാധ്യമത്തിൻ്റെ പ്രതിനിധി സ്വാഗതം ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ മനുഷ്യന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ മുകേഷ് അംബാനിയെ പോലെ മിടുക്കനായ ബുദ്ധി കൂർമ്മതയുള്ള ഒരു കച്ചവടക്കാരൻ പറഞ്ഞ മറുപടി, ഇത് എൻ്റെ അഭിപ്രായമല്ല, ഞാൻ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ മനുഷ്യനല്ല എന്നാണ്. അദ്ദേഹത്തിനറിയാം രാഷ്ട്രീയം ഭരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾക്കുള്ളിൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്ത് അദ്ദേഹത്തെ പുകഴ്ത്തുന്ന ഈ മാധ്യമ പ്രവർത്തകന്റെ വാക്കിൽ അദ്ദേഹം വീണുപോയാൽ, അതിനനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു പോയാൽ നാളെ മുകേഷ് അംബാനി എന്ന് പറയുന്ന കോർപ്പറേറ്റ് രാജാവിൻ്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന് വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ മുകേഷ് അംബാനിക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനൊന്നും സംഭവിച്ചതുമില്ല. അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ലോകത്തെ സമ്പന്നന്മാരുടെ നിരയിൽ വലിയൊരു സ്ഥാനത്ത് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ജാക്മായ്ക്ക് സംഭവിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രസ്താവന മുകേഷ് അംബാനിയുടെ ഭാഗത്തുണ്ടായിരുന്നു എങ്കിൽ
ഇന്ന് മുകേഷ് അംബാനിയെ ചിലപ്പോൾ ഇന്ന് അദ്ദേഹത്തെ കാണുന്ന സ്ഥലത്ത് കാണാനുണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും വലിയ ആൾക്കാരുടെ വലിയ ജീവിതങ്ങളുടെയൊക്കെ കഥ പറയുമ്പോൾ ഒരു കുട്ടിയുടെ കഥ പറയാതെ പോകുന്നത് മോശമല്ലേ? ഒരു കുട്ടിയുടെ കഥ കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഈ കുട്ടി ഒരു ഗ്രാമപ്രദേശത്താണ് താമസിച്ചിരുന്നത്. ആ കുട്ടി സ്കൂള് കുറച്ച് ദൂരെയാണ്. വീട്ടിൽ നിന്ന് സ്കൂൾ എത്താൻ സ്കൂൾ ബസ്സിൽ 1 മണിക്കൂറോളം യാത്ര ചെയ്യണം എന്നുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവൻ സ്കൂൾ ബസ്സിൽ കയറിയിരുന്നാൽ അദ്ദേഹം ഈ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള സയൻസ് ഫിക്ഷൻ നോവലുകളോ കോമിക്സുകളോ ഒക്കെ വായിച്ച് മിണ്ടാതെ ഒഴിഞ്ഞ ഏതെങ്കിലും സീറ്റിൽ പോയിരിക്കും. എന്നാൽ ഈ 1 മണിക്കൂർ യാത്രയുള്ള സമയം ബാക്കി കുട്ടികളൊക്കെ ബസ്സിനകം ഒരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വീക്കെൻഡുകളിൽ സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ അയൽപക്കത്തുള്ള എല്ലാ കുട്ടികളും ഒത്തുചേർന്ന് എന്തെങ്കിലുമൊക്കെ കളികൾ ഏർപ്പെടുകയോ ചെറിയ ചെറിയ പിക്നിക്കുകൾ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ മാത്രം രാവിലെ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ആ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു വനപ്രദേശത്ത് പോവുകയും ആ വനത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുകയും പക്ഷികളെയും മൃഗങ്ങളെയും ഉറുമ്പുകളെ വരെ നിരീക്ഷിക്കുകയും സംശയം തോന്നുന്നതോ അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളതോ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവരികയും മൈക്രോസ്കോപ്പ് വഴിയൊക്കെ ഇതിനെ നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ചൊക്കെ എഴുതുകയും വരയ്ക്കുകയും അടയാളപ്പെടുത്തി വെക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇവൻ്റെ ഈ സ്വഭാവം കണ്ടിട്ട് ഇവനൊക്കെ വളർന്ന് വലുതായിട്ട് എന്തായി തീരാൻ പോവുകയാണെന്ന് അധ്യാപകരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്ന ഒരവസ്ഥ വരെ സ്വന്തം ജീവിതം ഈ കുട്ടി കൊണ്ടെത്തിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ കുട്ടി ലോകമറിയുന്ന ഏറ്റവും പ്രശസ്തനായ ഒരു സിനിമ സംവിധായകനായി മാറി. അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് കാമറൂൺ എന്നാണ്. ടൈറ്റാനിക് കണ്ടിട്ടുള്ള, അവതാർ കണ്ടിട്ടുള്ള, ട്രൂ ലൈസ് കണ്ടിട്ടുള്ള ആൾക്കാരൊന്നും ഈ സംവിധായകനെ മറക്കില്ല. ടെർമിനേറ്റർ എന്ന് പറയുന്ന ഒരു ടെക്നോളജിക്കൽ സിനിമയെടുത്ത് ലോകത്തിനെ മുഴുവൻ ഞെട്ടിച്ച സംവിധായകനാണ് അദ്ദേഹം. അവതാറിൻ്റെ 2, 3, 4 ഭാഗങ്ങളൊക്കെ വരാൻ പോവുകയാണ്. തികച്ചും അന്തർമുഖനായിരുന്ന താൻ എങ്ങനെയാണ് സ്വയം നിരീക്ഷിച്ച് സ്വന്തമായിട്ട് ചിന്തകളിലൂടെ തൻ്റെ കാഴ്ചകളിലൂടെ വളർന്ന് വലുതായി ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംവിധായകനായി തീർന്നത് എന്ന് ജെയിംസ് കാമറൂൺ പല ഇൻ്റർവ്യൂകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 2-3 പേരുടെ ഉദാഹരണങ്ങളിലൂടെ രഹസ്യങ്ങൾ എങ്ങനെ സൂക്ഷിക്കണമെന്നും രഹസ്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. നമുക്കുണ്ടാകുന്ന ആശയങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളുമൊക്കെ അത് പ്രാവർത്തികമാക്കുന്നത് വരെ, അതിൽ നമ്മൾ വിജയിക്കുന്നത് വരെ നമ്മുടേത് മാത്രമായിട്ട് സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഒരാവേശം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയുടെ പേരിലോ ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടാൽ ചിലപ്പോൾ ഈ ആശയങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ മറ്റുള്ളവർ കൊണ്ടുപോയി സ്വന്തമാക്കുന്നത് കാണേണ്ടി വരും. രഹസ്യങ്ങളൊക്കെ രഹസ്യമായിരുന്നോട്ടെ, ആശയങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ കൂടുതൽ ഫലപ്രാപ്തിയോടുകൂടി നടപ്പിൽ വരുത്താനുള്ള ശേഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചു നേരം നിശബ്ദരായിരുന്ന് അവനവനിലേക്ക് ശ്രദ്ധിച്ച് പരിശ്രമിച്ചു നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെയുള്ള പരിശ്രമങ്ങൾ വലിയ വിജയങ്ങൾ നേടിയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചരിത്രം സൃഷ്ടിക്കാൻ നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.